നിങ്ങളുടെയും പ്രസ്താവനകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ജമാഅത്തിന് പോകൽ കറാഹത്താണെന്നും തെറ്റായ കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഹറാമാണെന്നും സ്ഥിരപ്പെടുത്തിയ ശേഷമാണ് ഇതത്രേ നമ്മുടെ മദ്ഹബിന്റെ സംക്ഷിപ്തം എന്ന് ഫത്താവയിൽ ഇബ്നു ഹജർ പ്രസ്താവിച്ചത്. സ്ത്രീകൾ പുരുഷന്മാരോടുകൂടെയുള്ള ജുമുഅ ജമാഅത്ത് മുതലായവയിൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയുകയും അതുകൊണ്ട് ഫത്വ നൽകുകയുമാണ് സത്യം എന്നത് ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല. ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല. എന്താ സഖായിമാരെ, ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല. എന്നിട്ടോ എന്താ ചെയ്യാ? ഞാനതാ ഒന്ന് നിർത്തി. എനിക്കറിയാം നിങ്ങൾ എണീക്കൊന്ന്, നിങ്ങൾ എണീക്കട്ടെ വിചാരിച്ചിട്ട് നിർത്തിയത് കേട്ടോ. ഇനി ഇബ്നു ഹജറിന്റെ പ്രസ്താവനയല്ല, മറ്റൊരാളുടെ വാക്ക് ഉദ്ധരിച്ചതിന്റെ അവസാന ഭാഗമാണത്. അത് പിന്നെ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുമാണ്. ഫത്താവൽ കുബ്ര നോക്കിയവർക്ക്, ആരോ പറഞ്ഞു കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കല്ല, ഫത്താവൽ കുബ്ര നോക്കിയവർക്ക് അക്കാര്യം വ്യക്തമാക്കുന്നതാണ്. പ്രസ്തുത ആളുടെ വാക്ക് അവസാനിച്ചുവെന്ന് കുറിക്കാൻ ഇബ്നു ഹജർ നൽകിയ ചിഹ്നം ചോദ്യകർത്താവിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതിനാൽ ചോദ്യകർത്താവ്, കഴിവുള്ള ചില ആളുകൾ അതെന്നെ വിട്ടുകളഞ്ഞു. അത് ചില ബുക്കിലൊക്കെ കുത്തിട്ടെത്തിരിക്കുകയാണ്, അത് ഒഴിവാക്കിയിട്ട് പിരടി കഴിവില്ലാത്തതിനാൽ അതിനെ ഇബ്നു ഹജറിന്റെ പിരടിയിൽ വെച്ച് കെട്ടിയതോ അതോ ഇപ്രകാരം അടർത്തിയെടുത്തുകൊണ്ട് ചില ദിനപത്രങ്ങളിൽ വന്ന ആധുനികരുടെ ലേഖനത്തെ ചോദ്യകർത്താവ് അനുകരിച്ചതോ എന്തോ. ആകയാൽ യുവതികളെപ്പോലുള്ളവർ ജമാഅത്തിൽ പങ്കുചേരൽ സ്വന്തം നോക്കുന്നതായാൽ കറാഹത്ത് എന്നേ ഇതിൽ പറയുന്നുള്ളൂ, വിശദീകരിക്കുകയാണ് അദ്ദേഹം. അപ്പോ എന്താ ഈ കാര്യം ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് തെളിയിക്കാൻ